Hello friends, welcome to Mini's Taste Buds. Let me first of all wish you all a very happy Vishu. Wishing all of my viewers happy Vishu from Mini's Taste Buds, my friends, my relatives and everyone. ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കും ട്രഡീഷണൽ എന്തിനാണ് വിഷു വരുന്നതുകൊണ്ട് ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്താണെന്നുള്ളതല്ലേ, അതാണ് കോക്കനട്ട് രസം. നമ്മളുടെ തേങ്ങയില്ലേ, അതുകൊണ്ട് ഒരു രസം ഉണ്ടാക്കാൻ പോവാണ്. ശരിക്കും രസം തന്നെയാണ്, അത് അടിപൊളി രസമാണ്. ഞാൻ ഉണ്ടാക്കി നോക്കി, നല്ല കിഡിലൻ സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. എന്നിട്ട് നിങ്ങളും ഈ വരുന്ന വിഷുവിന് ഈ രസം ഒരു വെറൈറ്റി രസം ഉണ്ടാക്കി നോക്കുക. അതിനകത്ത് നമ്മൾ പുളിവെള്ളമോ അല്ലെങ്കിൽ പരിപ്പ് വെള്ളമോ ഒന്നുമില്ല, കോക്കനട്ടാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. വേറെ ഒരു സംഭവം കൊണ്ടുണ്ട്, അത് സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പോലെ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു രസം ഉണ്ടാക്കാൻ പോവാണ്, കോക്കനട്ട് രസം. അപ്പോൾ അതിന് ഈ സാധനങ്ങളൊക്കെ നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് 1 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കടുക്, പിന്നെ ഇതിനകത്ത് 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ വെള്ള എള്ളും കൂടെ ഇട്ട് വേണം ചെയ്യാനായിട്ട്. പക്ഷെ ഉലുവായ്ക്ക് പകരം ഞാൻ ഉലുവ പൊടിയാണ് ഇടുന്നത്. അപ്പം നമുക്കിതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കണം ഇതാദ്യം. അപ്പം ഞാൻ പൊടിച്ചിട്ട് വരട്ടെ. അതിനകത്തിട്ടത് 2 കുഞ്ഞ് കഷ്ണം കായം, എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. ഇതിനെ എല്ലാത്തിനും നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ തേങ്ങ, അതിനെ നമ്മൾ വറുത്തെടുക്കും. പിന്നെ കുഞ്ഞ് ഒരു ഉള്ളി, ഒരു 5-6 വെളുത്തുള്ളി. ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മളിപ്പോൾ വറുത്തെടുക്കാം. അപ്പോൾ വറുക്കുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കായത്തിനെ പിന്നെ ഇടത്തുള്ളൂ, കാരണം അത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാം. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോണ എണ്ണയില്ലാതെ. അപ്പം കായം നമ്മൾ പിന്നെ ഇടത്തുള്ളൂ. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാം, തണുക്കാൻ വേണ്ടിയിട്ട്. കായം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഈ എണ്ണ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ വറുത്തെടുക്കാനുണ്ട്. അപ്പം കായത്തിന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ കായവും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനെടുത്തിനി ആ ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ള എണ്ണത്ത് ഇടാൻ പോവാണ്. ഈ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഈ ഉള്ളി കട്ട് ചെയ്തത്. വെളുത്തുള്ളി പിന്നെ ഇടത്തുള്ളൂ. എല്ലാം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇടത്തുള്ളൂ. ഇതിനെ നമ്മളൊന്ന് ശരിക്കും ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്ന വരെ ചെയ്യുന്നത്. ഇതൊരു ഡാർക്ക് ബ്രൗൺ പൊസിഷൻ കയറുന്നതിന് മുമ്പ് നമ്മൾ വെളുത്തുള്ളി ഇടും. ഇനി നമ്മൾ ഇതിനകത്ത് വെളുത്തുള്ളി ഇടാൻ പോവാണ്. വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്നായിരുന്നു, നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു പകുതി മുക്കാൽ മൂപ്പായി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ടാൽ മതി. പിന്നെ വെളുത്തുള്ളി ഫുള്ളായിട്ട് റോസ്റ്റ് ആകരുത്. അപ്പോൾ ഇത് ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിനെ നമ്മൾ എടുത്ത് മാറ്റും. ഉണ്ടോ, ഇത് ഏകദേശം ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ കോരിയെടുക്കും. എന്നിട്ട് ഇതിനകത്ത് തന്നെയാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ വെച്ചേക്കുന്നത്. അതും ഇതുപോലെ ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. ഇനിയും ഇതിനകത്ത് നമ്മൾ 2 വലിയ ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ടാണ്, അതിനെ കൂടെ ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കാൻ പോവാം. ഇതിൻ്റെ ഏകദേശം കളർ മാറി തുടങ്ങിയിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ കുറച്ചും കൂടി മൂത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അല്ലേ ശരിക്കുമുള്ള രസം ഉണ്ടാക്കാൻ പോകുന്ന അതിനകത്ത് വലിയൊരു പാത്രത്തിനകത്ത് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം കടുകിട്ട്, 1/2 ടീസ്പൂൺ കടുകാണ്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മളതിനകത്ത് കുറച്ച് ജീരകം, അതിനകത്ത് 1/4 ടീസ്പൂൺ ജീരകം കൂടി കഴിഞ്ഞിട്ട് കറിവേപ്പില, ഒരു ഉള്ളി, മീഡിയം സൈസ് ഒരു ഉള്ളി ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മളുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. കുഞ്ഞ് 2 ടൊമാറ്റോ എടുക്കാം, അല്ലെങ്കിൽ വലിയ ഒരു ടൊമാറ്റോ എടുത്താലും മതി. ഇനി ഇതിനെയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിരുന്ന അതാണ് പൊടിച്ചെടുത്തേക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചിലപ്പം കുഴഞ്ഞു പോവും. അകത്ത് തേങ്ങ ഫ്രൈ ചെയ്ത് തേങ്ങയും കൂടെ അരച്ചിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇതിനകത്ത് ഒരു തരി വെള്ളം ഒഴിക്കരുത്. വെളുത്തുള്ളിയാണ് നമ്മൾ ഇനിയും അതിനകത്തിട്ട് അരയ്ക്കാൻ പോകുന്നത്. കുറച്ച് എണ്ണ ഇട്ട്
ഇത്രയും ബ്രൗൺ ആയിട്ട് വറുത്തെടുത്തതാണ്. ഇതിനെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഡ്രൈ റോസ്റ്റ് ചെയ്ത സാധനങ്ങൾ, പിന്നെ വറുത്ത തേങ്ങ, പിന്നെ വറുത്ത ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിനെ കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഉള്ളി, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് ഇതാണ് അരമുറി തേങ്ങയുടെ പേസ്റ്റ്. ഇതിനകത്ത് വേറെ ഒന്നും ഇട്ടിട്ടില്ല, ആ തേങ്ങ മാത്രം നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിനെ കൂടി ഇതിനകത്തിട്ടിട്ട് നമ്മൾ ശരിക്കും വഴറ്റിയെടുക്കണം. ഇതിൻ്റെയും കൂടെ ഡ്രൈ ആയിട്ട് വെള്ളം എല്ലാം വറ്റി എണ്ണ തെളിയുന്ന വരെ നമുക്ക് ഇതിനെ അരച്ചെടുക്കണം. അത് ഇനിയാണ് നമുക്ക് ഇതിനകത്ത് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച മസാല ഫുള്ളായിട്ട് ഞാൻ ഇടാൻ പോകും. കാരണം ഇത് എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വേറെ എപ്പോഴാണ് ഒരു സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല. അത് കാരണത്തിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ ഇതിനകത്തിട്ട് ഇതിനെ കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ഒന്നും ഇട്ടിട്ടില്ല. ഇനി ഇത് മിക്സായി കഴിഞ്ഞിട്ട് വേണം ഞാൻ എനിക്കതിനകത്ത് മുളക് പൊടി ഇടാനായിട്ട്. പറഞ്ഞല്ലോ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ടെന്ന്. ഇതാണ് കടലമാവ്. 2 കുഞ്ഞ് സ്പൂൺ കടലമാവും കൂടി ഇട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. കാരണം നമ്മൾ ഇതിനെ വേറെ ഒന്നും ചെയ്യുന്നില്ല. നന്നായിട്ട് വറുത്തെടുത്തിട്ട് വേണം നമുക്ക് മുളക് പൊടി ഇടാനായിട്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടി, അത് കണ്ടെത്താൻ ഞാൻ ഇത്ര ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കശ്മീരി ചില്ലി പൗഡർ കൂടി ഇടാം. ഇത് കശ്മീരി ചില്ലി പൗഡർ. ഇതാണ് ഞാൻ ഇപ്പം തൽക്കാലം 1 ടേബിൾ സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നിടാം. ഇതാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മളുടെ സാമഗ്രികളെല്ലാം നമ്മൾ ഇട്ടു. ഇനി 1 സ്പൂൺ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളല്ലെങ്കിലും രസം ഉണ്ടാക്കുമ്പോൾ ഉലുവയൊക്കെ ഇടാറുള്ളതല്ലേ. അപ്പോൾ ഇതിനകത്ത് ഉലുവ കുറച്ച്. ഇതിനകത്ത് ഒഴിക്കുന്ന തിളപ്പിച്ച വെള്ളമാണ്. നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇനി മാക്സിമം നിങ്ങളിത് ചെയ്ത് കഴിയുമ്പം മീഡിയം ടു ലോ ഹീറ്റിൽ ചെയ്യണം. അതിൻ്റെ വെള്ളം എല്ലാം കൂടി ഇങ്ങനെ എണ്ണയെല്ലാം കൂടെ നമുക്ക് സൈഡിൽ ഇങ്ങനെ വിട്ട് വരുന്ന പോലെ വരണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, മുകളിൽ എണ്ണ ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ. അപ്പം നമ്മൾ അതിനകത്ത് അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. തേങ്ങയുടെ എണ്ണയാണ് ഇത് കൂടുതലും വന്നിട്ടുള്ളത്. ലാസ്റ്റിൽ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. ഫുൾ എണ്ണയാണ് ഇത്. കണ്ടോ, നമ്മൾ ഒഴിച്ച് എണ്ണ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് നമ്മൾ തേങ്ങ ഇട്ടില്ലേ, അതിൻ്റെയാണ് എണ്ണ വന്നിട്ടുള്ളത്. ഇതിലത്തെ എണ്ണ തെളിഞ്ഞ് വന്നേക്കുന്നുണ്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് മല്ലിയിലയും കൂടെ ഗാർണിഷിന് വേണ്ടിയിട്ടുണ്ട്. മല്ലിയില ഇടുന്നത് നല്ലതാണ്, വയറിനൊക്കെ നല്ല സാധനം, തണുപ്പ് കിട്ടുന്ന സാധനം. അപ്പോൾ നമ്മളുടെ ഇതാണ് കോക്കനട്ട് രസം അല്ലെങ്കിൽ ഷേക്ക് എന്ന് പറയുന്നത്. സോ ആസ് ഐ ഓൾവേസ് സേ, cooking is an art. Cook it with love, eat it with love, serve it with love, and serve it with a smile. Those who are watching our channel for the first time, like, share, comment, and subscribe. Jai Hind.